അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, സഭ അനുഭവിക്കേണ്ടി വരുന്ന പീഡകളെ യേശുനാഥൻ ഒരു സ്ത്രീയുടെ പ്രസവവേദനയുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ഒരുങ്ങുന്നുവെന്നുള്ള വലിയ ചിന്തയ്ക്ക് മുന്നിൽ അവൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രസവവേദനയെ പരിഗണിക്കുന്നു പോലുമില്ല. കത്തോലിക്കാ സഭ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ വേദനകളെയും എല്ലാ പീഡാസഹനങ്ങളെയും ഇതേ ചൈതന്യത്തോടുകൂടി സ്വീകരിക്കുവാനാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. കാരണം ഇതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രതീക്ഷയുടെയും നന്മയുടെയും കാലം നമുക്കായി അവിടുന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ വിശുദ്ധിയിലേക്ക്, ഈ നന്മയിലേക്ക് നടന്നെടുക്കുന്നതിനു വേണ്ടി ഈ ഭൂമിയിൽ കണ്ടുമുട്ടുന്നതിനെയൊക്കെ മനസ്സിലാക്കുവാനും അത് കുറെ കൂടി പുണ്യമായ കാര്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബലിയിൽ പ്രത്യേകമായി വേദനയിൽ കഴിയുന്ന സകല മനുഷ്യരെയും സമർപ്പിക്കാം. വിശ്വാസത്തെ പ്രതി പീഡകൾ അനുഭവിക്കുന്നവർ, രോഗാവസ്ഥയിൽ കഴിയുന്നവർ, കുടുംബജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർ, അങ്ങനെ എല്ലാവിധ വേദനകളിലും ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സകലരെയും ഈ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ബലിക്കായൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മേവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. അങ്ങേ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുന്ന ഞങ്ങളുടെ രക്ഷകനിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ രക്ഷകനായ അവിടുന്ന് തൻ്റെ മഹിമയോടെ ആഗതനാകുമ്പോൾ ജ്ഞാനത്താൽ നവജന്മം പ്രാപിക്കുവാനിടയാക്കിയവരെ ഭാഗ്യപ്പെട്ട അമർത്യതയിലേക്കും ഒന്നിച്ചു ചേർക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നൊന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു. ഗാലിയോ അക്കായയിൽ ഉപസ്ഥാനത്തായിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ ഒരു ആക്രമണം നടത്തി.
അവർ അവനെ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു: ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. പൗലോസ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗാലിയ യഹൂദരോട് പറഞ്ഞു: യഹൂദരെ, വല്ല കുറ്റകൃത്യത്തിൻ്റെയോ ഗുരുതരമായ പാതകത്തിൻ്റെയോ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഞാൻ കേൾക്കുമായിരുന്നു. എന്നാൽ ഇത് വാക്കുകളെക്കുറിച്ചും പേരുകളെക്കുറിച്ചും നിങ്ങളുടെ നിയമത്തെക്കുറിച്ചുമുള്ള പ്രശ്നമാകയാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക. ഇക്കാര്യങ്ങളിൽ വിധികർത്താവാകാൻ ഞാൻ ഒരുക്കമല്ല. അവൻ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് അവരെ പുറത്താക്കി. അവരെല്ലാം ഒന്നു ചേർന്ന് സിനഗോഗിധികാരിയായ സോസ്തനോസിനെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ വെച്ച് തന്നെ അടിച്ചു. എന്നാൽ ഗാലിയോ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. പൗലോസ് കുറെ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് സഹോദരോട് യാത്ര പറഞ്ഞ് സിറിയയിലേക്ക് കപ്പൽ കയറി. പ്രിഷില്ലായും അക്കില്ലായും അവൻ്റെ കൂടെ പോയി. അവന് നേർച്ചയുണ്ടായിരുന്നതിനാൽ കെക്രയിൽ വെച്ച് തല മുണ്ടനം ചെയ്തു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നതനായ കർത്താവ് ഭീതിനതനാണ്. അവിടുന്ന് ഭൂമി മുഴുവന്റെയും രാജാവാണ്. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു. ജനതകളെ നമ്മുടെ കാൽ കീഴിലാക്കി. അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു. താൻ സ്നേഹിക്കുന്ന യാക്കോബിനെ അഭിമാനം തന്നെ. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. ജയഘോഷത്തോടെ കാഹളനാദത്തോടുകൂടി ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. ഹല്ലേലൂയ. ക്രിസ്തു സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവിടുത്തെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയുമില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനം നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ബലിവേദിയിങ്കൽ തിരുയാഗദ്രവ്യമായി എൻ ജീവിതം
കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. ബലിവേദിങ്കൽ തിരുയാഗദ്രവ്യമായി ജീവിതം നാദനേകാം. കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. തിരുമുൻപിൽ നിൽക്കുമി നിമിഷം എന്നിൽ സ്നേഹമില്ലെന്നോർത്തിടുന്നു. തിരുമുൻപിൽ നിൽക്കുമീ നിമിഷം എന്നിൽ സ്നേഹമില്ലെന്നോർത്തിരുന്നു. കാഴ്ചയേകാനായി വരുമ്പോൾ ഉള്ളിൽ സോദര സ്നേഹം നിറയ്ക്കാം. എന്റെ ആത്മാവിൽ അൾത്താര തീർക്കാം. പ്രിയ സഹോദരരെ, നമ്മളൊന്നു ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കുടുംബത്തിൻ്റെ കാണിക്കകൾ കനിവാർന്ന് അങ്ങ് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായത്താൽ സ്വീകരിച്ചവ അവർ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാനും നിത്യമായ ദാനത്തിലേക്ക് എത്തിച്ചേരുവാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പുരാതനമായവ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ക്രിസ്തുവിൽ ഞങ്ങൾക്കായി ജീവന്റെ സമഗ്രത സമുദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാകവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനാകുന്നു. അങ്ങ് തന്നെ പരിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യരും പരിശുദ്ധരാകുവാൻ ലോകാരംഭം മുതൽ എല്ലായ്പ്പോഴും അങ്ങ് പ്രവർത്തന നിരതനാണ്. അങ്ങേ ജനത്തിൻ്റെ കാഴ്ച വസ്തുക്കൾ തൃക്കൻ പാർക്കയും അവയ്ക്കുമേൽ
അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി വർഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി ഇവ അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് വഴിയാണല്ലോ ഞങ്ങളും അങ്ങേ മക്കളായി തീർന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ വഴിതെറ്റി അലഞ്ഞ് അങ്ങേപ്പക്കൽ എത്തിച്ചേരാൻ കഴിയാത്ത വിധമായിരുന്നപ്പോൾ പോലും അങ്ങ് ഞങ്ങളെ അത്യധികം സ്നേഹിച്ചു. എന്തെന്നാൽ തീർത്തും നീതിമാനായ അങ്ങേപുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരത്തിൽ തറയ്ക്കപ്പെടുന്നത് അപമാനമായി കണക്കാക്കാതെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങേ ഉടമ്പടിയുടെ മായാത്ത അടയാളമായി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ കൈകൾ വിരിച്ചു പിടിക്കുന്നതിന് മുൻപ് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിക്കുവാൻ തിരുവുള്ളമായി. അത്താഴവേളയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് കുരിശിൽ ചിന്തപ്പെടേണ്ട തൻ്റെ രക്തത്തിലൂടെ സമസ്തവും തന്നിൽ അനുരഞ്ജിക്കപ്പെടുവാൻ പോകുന്നുവെന്നറിഞ്ഞ് മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടും സുനിശ്ചിത സമാധാനവുമായ അങ്ങേപുത്രൻ യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അവിടുത്തെ മരണവും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനവും ഞങ്ങൾ ആഘോഷിക്കുന്നു. അവിടുത്തെ അനുഗ്രഹപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യരെ അങ്ങയോട് അനുരഞ്ജിപ്പിക്കുന്ന ബലി കാരുണ്യവും വിശ്വസ്തതയും നിറഞ്ഞ ദൈവമായ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണാസമ്പന്നനായ പിതാവേ, അങ്ങേപുത്രൻ്റെ ബലി വഴിയായി അങ്ങയോട് ഒന്നിപ്പിക്കുന്നവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും ഭാഗഭാക്കാകുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകല ഭിന്നതകളും അകറ്റുന്ന ക്രിസ്തുവിൽ ഏക ശരീരമായി ഒന്നിച്ചു ചേർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ ജെയിംസ് റാഫേൽ മെത്രാനോടും ഒന്നു ചേർന്ന് ഞങ്ങളെപ്പോഴും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഐക്യത്തിൽ നിലനിർത്തുവാൻ കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും സകല വിശുദ്ധരോടും അങ്ങേ കരുണയ്ക്കായി വിനയപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ മരണമടഞ്ഞ സഹോദരങ്ങളോടുമൊപ്പം അങ്ങേ സ്വർഗീയ ഭവനത്തിൽ വിശുദ്ധരുടെ മധ്യേ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ വിശുദ്ധരായി നിൽക്കുന്നതുവരെ അങ്ങേ രാജ്യത്തിൻ്റെ ആഗമനം പ്രതീക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഒടുവിൽ ജീർണതയുടെ ക്ഷതത്തിൽ നിന്ന് വിമുക്തരായി പൂർണ്ണമായും നവസൃഷ്ടികളാക്കപ്പെട്ട് എന്നെന്നും ജീവിക്കുന്ന അങ്ങേ ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാഗീതം സന്തോഷപൂർവ്വം അങ്ങേയ്ക്കായി ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ ഈ ലോകത്തിലെ വേദനകളെയും സങ്കടങ്ങളെയും ഈ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് യേശുനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവ്വം നമുക്കൊന്നു ചേർന്ന് ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം
പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്താൽ ശക്തിയെ ആർജിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാവിധ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നൊന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിരന്തര കാരുണ്യത്താൽ വീണ്ടെടുത്തവരെ കാത്തുപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രന്റെ പീഡാസഹനത്താൽ രക്ഷിക്കപ്പെട്ടവർ അവിടുത്തെ ഉദ്ധാനത്തിൽ ആനന്ദിക്കുമാറാകട്ടെ. എന്നൊന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ.